ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാൻ സക്രിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുൻപേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ അറിയും? ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിരിക്കും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയയെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിലും വൈദ്യനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയായി കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവൻ എന്തോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വചനപ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. 1-ാമത്തെ ഞായറാഴ്ച സഭാ വിശുദ്ധീകരണത്തിൻ്റെയും 2-ാം ഞായറാഴ്ച സഭാ നവീകരണത്തിൻ്റെയും സന്ദേശങ്ങൾ നാം കേട്ടു. ഇന്ന് സക്രിയായ്ക്കുണ്ടായ അരുളപ്പാടാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള അറിയിപ്പ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ സക്രിയയും സക്രിയയുടെ ഭാര്യയായ എലിസബത്തും ഇവരാണ് കഥാപാത്രങ്ങൾ. ഇവർ രണ്ടുപേരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. മഹാപുരോഹിതനാണ് സക്രിയ. ഭാര്യയായ എലിസബത്ത് അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അഹ്റോൻ എന്ന് പറയുന്നത് മോശയുടെ സഹായിയായിട്ട് ഈജിപ്തിൽ പോയ വ്യക്തിയാണ്.
അങ്ങനെ വലിയ ഉന്നത കുലത്തിൽപ്പെട്ടവരാണ് രണ്ടുപേരും. മഹാപുരോഹിതനാണ്, രണ്ടുപേരും വാർദ്ധക്യത്തിലാണ്, രണ്ടുപേർക്കും മക്കളില്ല. എന്നാൽ അവർ ദൈവസന്നിധാനത്തിൽ നീതിയോടെ ജീവിക്കുന്നവരാ, നിഷ്ഠയോടെ ജീവിക്കുന്നവരാ, പുണ്യത്തോടെ ജീവിക്കുന്നവരാ, കൃപയിൽ ജീവിക്കുന്നവരാ. എന്നാൽ അവരുടെ ഏറ്റവും വലിയ കുറവായിരുന്നു അവർക്ക് മക്കളില്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എന്ന് പറയുന്നത് ഒരു കുറവല്ല, ഒരു ദൈവശാപമായിട്ട് അവർ കണക്കാക്കുന്നു. അതൊരു മകനില്ല, ഒരു പുത്രനില്ല എന്നുള്ളത്. അവരുടെ പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവർക്ക് ശസ്ത്രക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്കൊരു മകനെ ദൈവം കൊടുക്കുക, അതാണ് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ അനുഗ്രഹം, വലിയ സമ്പത്ത്. എന്നാൽ സ്കറിയായിക്കും ഭാര്യ എലിസബത്തിനും ഈ ആനന്ദം ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരും വന്ധ്യയുമായിരുന്നു, പ്രായം കവിഞ്ഞവരുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് സക്രിയായിക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ ധൂപാർച്ചനയ്ക്കുള്ള അവസരം കിട്ടിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗോത്രം മുഴുവൻ, ലേവി ഗോത്രം മുഴുവനും പുരോഹിത ഗണമാണ്. ഒരു ദേവാലയമേ ഉള്ളൂ, ജെറുസലേം ദേവാലയം. ആ ഗോത്രത്തിലെ എല്ലാവർക്കും പുരോഹിത വൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ കാലാകാലങ്ങളിൽ പുരോഹിത വൃത്തി ചെയ്യുവാനുള്ളവരെ നെറുക്കിട്ട് തിരഞ്ഞെടുക്കും. ആർക്കാണോ ദൈവം നിശ്ചിതമായിരിക്കുന്നത് അവർക്ക് ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കാൻ, മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർച്ചന നടത്തുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. അങ്ങനെ സക്രിയായിക്ക് ധൂപാർച്ചന നടത്തുവാനുള്ള വലിയ സൗഭാഗ്യം കിട്ടി. സക്രിയ മഹാവിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചനയ്ക്കായി പ്രവേശിക്കുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ് തുടർന്ന് വായിക്കുന്നത്. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലച്ചു നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ മാലാഖ, ദൈവത്തിന്റെ ദൂതൻ ആ വിശുദ്ധ സ്ഥലത്ത് സക്രിയായിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. സക്രിയ എന്താണ് സക്രിയ അസ്വസ്ഥനായി, സക്രിയ ഭയപ്പെട്ടു. അവർക്കണം മഹാപുരോഹിതനാണ്. ഒരായുഷ്കാലം മുഴുവനും ഈ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ദൂതനെ മുഖാഭിമുഖം കണ്ടപ്പോൾ മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ, അവൻ എത്ര നീതിനിഷ്ഠനായിട്ടും ദൈവസന്നിധാനത്തിൽ എത്രമാത്രം നിയമങ്ങൾ പാലിക്കുന്നവനായിരുന്നിട്ട് പോലും അവൻ ഭയപ്പെട്ടു, അവൻ അസ്വസ്ഥനായി. മാലാഖ അവനോട് പറഞ്ഞു, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. സക്രിയയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതൊരു വലിയൊരു സദ്വാർത്ത, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ദൈവം നേരിട്ട് സക്രിയായിക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തോട്, സക്രിയയോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് സദ്വാർത്ത, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. വളരെ കൃത്യമായി ദൈവം എലിസബത്തിനും സക്രിയായിക്കും പിറക്കുവാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. നിന്റെ ഭാര്യ ഗർഭം ധരിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം, കാരണം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഇനി തുടർന്ന് ഈ യോഹന്നാനെ കുറിച്ചുള്ള ഒരു 5-6 വിശേഷണങ്ങളാണ് പറയുന്നത്. ഒന്ന് പറയാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ഭയം നിൽക്കുന്നവനോട്, അസ്വസ്ഥനായി നിൽക്കുന്നോട് ദൈവം പറയാണ്, നിനക്ക് നിന്റെ ഈ പുത്രൻ വഴിയായിട്ട് വലിയ ആനന്ദം കിട്ടും, വലിയ സന്തുഷ്ടി കിട്ടും. കാരണം ഈ മകൻ നിന്റെ ആനന്ദത്തിന് കാരണമാകും, നിന്റെ സന്തുഷ്ടിക്ക് കാരണമാകും. അവന്റെ ജനനത്തിൽ അനേകം പേർ സന്തോഷിക്കും, അനേകം പേർ ആഹ്ലാദിക്കും. മൂന്നാമത് പറയാണ്, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. പിറക്കാൻ പോകുന്ന യോഹന്നാനെ കുറിച്ച് പറയാണ്, അവൻ വലിയവനായിരിക്കും.
അവൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കുടിക്കുകയില്ല. ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ ജീവിക്കുന്നവനാ? താപസനെ പോലെ ജീവിക്കുന്നവൻ, മദ്യലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാത്തവൻ, നിഷ്ഠയോടെ ജീവിക്കുന്നവൻ, ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്നവൻ. 4ാമത് പറയാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. താൻ ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ വലിയ മഹത്വത്തെക്കുറിച്ചാണ് സക്രിയായോട് പറയുന്നത്. ഇവൻ ജനിക്കുമ്പോൾ തന്നെ ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഇവൻ നിറയും. നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ കാണുമ്പോൾ എലിസബത്തും മറിയവും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴവർക്കുണ്ടെന്ന ആനന്ദത്തിന്റെ കാരണം അതാണ്. ഉദരത്തിൽ കുഞ്ഞുങ്ങൾ കുതിച്ചു ചാടുന്നത് അനുഭവിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട്. 5ാമതായി പറയുകയാണ്, ഇസ്രായേൽ മക്കളിൽ അനേകം പേരെ അവൻ നമ്മുടെ ദൈവമായ കർത്താവിലേക്ക് തിരിക്കേണ്ടി വരും. അവൻ വലിയൊരു മാനസാന്തരത്തിന്റെ ഉപകരണമാകും. തമ്പുരാന്റെ മുമ്പിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ മുഴുവനും മാനസാന്തരത്തിന്റെ പ്രസംഗങ്ങളാണ്. ഇത് മുൻകൂട്ടി സക്രിയായ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സക്രിയായ്ക്ക് ഉറപ്പുവരുവാൻ വേണ്ടി. അവസാനമായി പറയുകയാണ്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുൻപേ പോകും. ആരാ പറക്കാൻ പോകുന്നവൻ? ഏലിയായുടെ ശക്തിയോടുകൂടി, ഏലിയായുടെ ചൈതന്യത്തോട് പറക്കാൻ പോകുന്നവനാണ്. ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുന്നവനാണ്. അപ്പോൾ യോഹന്നാനെ കുറിച്ച് 5-6 മഹത്വങ്ങളാണ് മാലാഖയോട് പറയുന്നത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടും സക്രിയയ്ക്ക് ഒരു ബോധ്യവുമാകുന്നില്ല. സക്രിയ അവിടെ ചോദിക്കുകയാണ്, ഞാനിത് എങ്ങനെ അറിയും? മഹാപുരോഹിതനാണ്, ദൈവത്തോട് സംസാരിക്കുന്നവനാണ്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനാണ്, ദൈവത്തിന്റെ വചനം വിവേചിച്ചറിയുന്നവനാണ്, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ജനത്തിന് വിവരിച്ചു കൊടുക്കേണ്ടവനാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ ചോദിക്കുക, ഞാനിത് എങ്ങനെ അറിയും? വേറൊരത്തിൽ പറഞ്ഞാൽ ഞാനിതെങ്ങനെ വിശ്വസിക്കുമെന്നാ ചോദിച്ചത്. വൃദ്ധനായ ഞാൻ, വൃദ്ധയായ എൻ്റെ ഭാര്യ എങ്ങനെ ഇനി ഈ പ്രായത്തിൽ ഗർഭം ധരിക്കും? അതാണ് എൻ്റെ സംശയം. അവൻ മറന്നുപോയി ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള സത്യം. മലാഖയ്ക്ക് ദേഷ്യം വരും. മലാഖ പറയും, ഞാൻ ദൈവസന്നിധാനത്തിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട വചനം നീ അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും. അപ്പൊ തന്നെ, ആ നിമിഷത്തിൽ തന്നെ ദൈവം സക്രിയായി ശിക്ഷിക്കുക. ഇന്നു മുതൽ നീ സംസാരശിക്ഷയില്ലാത്തവനായിത്തീരും. ഈ സംഭവം നടക്കുന്നിടം വരെ ഇനി സക്രിയയ്ക്ക് മിണ്ടാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. നോക്കിക്കേ, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ച ദൈവത്തിന്റെ പുരോഹിതന് കിട്ടിയ ശിക്ഷയാണ്. നമ്മൾ എത്രയോ പേര് ദൈവത്തിന്റെ വചനത്തെ നിസ്സാരമായി കരുതും, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തള്ളിക്കളയും. പ്രിയ സഹോദരങ്ങളെ ഓർത്തോണം, വിശുദ്ധ കുർബാന മധ്യത്തിൽ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ, ഒരു വിശുദ്ധ അപ്പം നിലത്ത് വീണാൽ ജനം അയ്യോ എന്ന് പറയും. വൈദികൻ പോലും ഞെട്ടും. കാരണം യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ്. ഞാനത് വിശ്വസിക്കുന്നു. എന്നാൽ അതേ അർത്ഥത്തിലല്ലേ ദൈവത്തിന്റെ തിരുവചനം? യേശുക്രിസ്തു തന്നെയല്ലേ തിരുവചനം? ആ വചനം നമ്മുടെ ഇടയ്ക്കിലേക്ക് വരുമ്പോൾ എത്രയോ വചനങ്ങൾ അശ്രദ്ധമായി നമ്മൾ കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ കേൾക്കാതിരിക്കുന്നു, എത്രയോ വചനങ്ങൾ നശിച്ചു പോകുന്നു, എത്രയോ വചനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. വയലേറിയ വിത്തതിനെ കുറിച്ച് പറയുന്നു. വാരി വിതറിയപ്പോൾ ചിലത് മുള്ളുകളുടെയിലാണ് വീണത്, ചിലത് വഴിയോരത്താണ് വീണത്, ചില കള്ളുകളുടെ പാറമേലാണ് വീണത്. എന്തോരം വിത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ആർക്കും ഭയവും വെപ്രാളമൊന്നും തോന്നുന്നില്ല.
തിരിച്ചരി രക്തങ്ങളെ പോലെ തന്നെയാണ് ദൈവത്തിന്റെ തിരുവചനം. മനോഹരമായ ഉദാഹരണമാണിത്. സക്രിയ ദൈവത്തിന്റെ തിരുവചനത്തെ ഒന്ന് അവിശ്വസിച്ചു. ആ സെക്കൻഡിൽ സക്രിയയ്ക്ക് കിട്ടിയത് ദൈവത്തിന്റെ ശിക്ഷയാണ്. നീ ഇന്നു മുതൽ മൂകനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജനം, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നാം ജീവിക്കുമ്പോൾ, അനുസരിക്കേണ്ട ദൈവവചനത്തെ അനുസരിക്കാതെ തള്ളിക്കളയുമ്പോൾ എന്തൊക്കെ ശിക്ഷയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഭയാനകമായൊരവസ്ഥയാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനം, കൽപ്പിക്കുന്ന അതേപടി നടക്കുന്ന വചനം. യെശയ്യാ പറയുന്ന പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന മഞ്ഞു പോലെയാണ്, ആകാശത്ത് നിന്ന് മഴ പോലെയാണ്. അത് ഭൂമി നനയ്ക്കാതെ തിരിച്ചു പോകത്തില്ല. ഭൂമി നനയും, അവിടുന്ന് വിത്തുകൾ പൊട്ടി മുളയ്ക്കും. അതാണ് ദൈവത്തിന്റെ വചനം. അതാണ് സക്രിയായിക്ക് ദൈവം കൊടുക്കുന്ന ഈ ഒരു താക്കീത്. ജനം സക്രിയയെ കാത്തു നിൽക്കുകയായിരുന്നു. സക്രിയ മഹാപുരോഹിതൻ തൂബാർസിനോട് ഇറങ്ങിപ്പോകുന്നു. ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്തോ വലിയ അത്ഭുതം നടന്നിരിക്കുന്നു, എന്തോ വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വാക്ക് പോലെ സക്രിയ വീട്ടിലേക്ക് പോകുന്നു. എലിസബത്ത് ഗർഭം ധരിക്കുന്നു. അവൾ 5 മാസത്തേക്ക് മറ്റുള്ളവർ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറയാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇതെനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ദൈവം കൊടുത്ത വലിയ സൗഭാഗ്യത്തെ ഓർത്ത്, ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത്, ദൈവം നൽകിയ വലിയ കൃപാവരത്തെ ഓർത്ത് നന്ദി പറയുന്ന എലിസബത്തിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തിന് അടുത്തു വരുമ്പോൾ വചനം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, വചനം നമുക്ക് നൽകുന്ന കൃപകൾ, അത് തിരിച്ചറിയുവാനും അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ 3-ാം ദിവസം നാം മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ കാര്യം, മഹാപുരോഹിതനായാലും ഏറ്റവും എളിയവനായാലും ഒരേ രീതിയിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ, ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ, ആ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ, വചനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.